അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പൊതുമരാമത്ത് വകുപ്പ് മുൻ സെക്രട്ടറി ടി.ഒ. സൂരജിനെതിരെയുള്ള കുറ്റപത്രവും നടപടിയും സർക്കാർ വെബ്സൈറ്റിൽ പരസ്യപ്പെടുത്തി. 2004 മുതൽ 2014 വരെയുള്ള കാലയളവിൽ സൂരജ് അനധികൃതമായി കോടികളുടെ സമ്പാദ്യമുണ്ടാക്കിയതായി കണ്ടെത്തിയിട്ടുണ്ട്. സൂരജിന് ചീഫ് സെക്രട്ടറി ജിജി തോംസൺ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പൊതുമരാമത്ത് വകുപ്പ് മുൻ സെക്രട്ടറി ടി.ഒ. സൂരജിനെതിരെയുള്ള വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടും നടപടിയുമാണ് സർക്കാർ വെബ്സൈറ്റിൽ പരസ്യപ്പെടുത്തിയത്. കണക്കിൽപ്പെടാത്ത കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് സൂരജിനുണ്ടെന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. വരവും സമ്പാദ്യവും തമ്മിൽ വൻ അന്തരമാണുള്ളത്. 2004 മുതൽ 2014 വരെയുള്ള കാലയളവിൽ ആസ്തിയിൽ വൻ വർധനയാണുണ്ടായത്. ഇദ്ദേഹവും കുടുംബാംഗങ്ങളും ഇക്കാലയളവിൽ 13 വസ്തുവകകൾ സ്വന്തമാക്കിയതായി റിപ്പോർട്ടിൽ പറയുന്നു. ഇതിൽ ഗോഡൌണുകൾ, വാണിജ്യാവശ്യങ്ങൾക്കും അല്ലാതെയുമുള്ള കെട്ടിടങ്ങൾ, എറണാകുളം, തിരുവനന്തപുരം, മംഗലാപുരം എന്നിവിടങ്ങളിലെ അപ്പാർട്ട്മെന്റുകൾ എന്നിവ ഉൾപ്പെടുന്നു. വിവിധ ജില്ലകളിലായി പലയിടത്തും ഭൂമിയും വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ലക്ഷങ്ങൾ മതിക്കുന്ന 5 വാഹനങ്ങളും ഇക്കാലയളവിൽ സ്വന്തമാക്കി. 20 സ്ഥാവര വസ്തുക്കൾ സ്വന്തമാക്കിയെങ്കിലും സർക്കാരിന് നൽകിയ കണക്കിൽ 18 എണ്ണവും മറച്ചുവെച്ചു. സൂരജും ഭാര്യയും ഇക്കാലയളവിൽ 18 തവണ വിദേശയാത്രകൾ നടത്തി. മക്കളും നിരവധി തവണ വിദേശത്ത് പോയിട്ടുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസത്തിനും മകളുടെ വിവാഹത്തിനും വൻ തുകയാണ് ചെലവഴിച്ചത്. വസ്തുവകകളുടെ രേഖകളിൽ യഥാർത്ഥ വിലയിലും വളരെ കുറച്ചാണ് കാണിച്ചിരിക്കുന്നതെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇതിനു പുറമെ കണക്കിൽപ്പെടാതെയും കോടികളുടെ സമ്പാദ്യമുണ്ട്. അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണിതെന്നും നടപടിയെടുക്കാതിരിക്കാൻ തക്കതായ കാരണമുണ്ടെങ്കിൽ 15 ദിവസത്തിനകം ബോധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറി ജിജി തോംസൺ സൂരജിന് നോട്ടീസ് നൽകി. ഇപ്പോൾ സൂരജ് സസ്പെൻഷനിൽ കഴിയുകയാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.